ഹായ് ഓൾ. നമുക്കറിയാം ഇപ്പോൾ ഇന്ത്യ പാക് യുദ്ധം നടക്കുകയാണ്. അപ്പോൾ പഹൽഗാമിലെ ഭീകരാക്രമണത്തിനെതിരായിട്ട് നമ്മുടെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന് പകരം ഭീകരവാദികൾ നമ്മളുടെ ഇന്ത്യയിലെ 15 നഗരങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചു. ഭുജ്, ജമ്മു, പത്താൻകോട്ട് തുടങ്ങിയ 15 നഗരങ്ങളെ. അപ്പോൾ ഈ നഗരങ്ങളെ അവർ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ അവർ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തി. അത് പരാജയപ്പെട്ടു. അതിന് കാരണം എന്താണ്? നമ്മുടെ ഇന്ത്യയുടെ സ്വന്തം സുദർശന ചക്രം എന്നറിയപ്പെടുന്ന S-400 ആണ്. ഈ S-400 എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഒരു എയർ ഡിഫൻസ് സിസ്റ്റമാണ്. അപ്പോൾ എന്താണ് ഈ ഡിഫൻസ് സിസ്റ്റം? എയർ ഡിഫൻസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അനുവാദമില്ലാതെ നമ്മളുടെ ടെറിറ്ററിയിലേക്ക് ഡ്രോണുകളോ മിസൈലുകളോ വരികയാണ്. അപ്പോൾ അതിനെ നശിപ്പിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രതിരോധ മാർഗമാണ് ഈ എയർ ഡിഫൻസ് സിസ്റ്റം. ഈ എയർ ഡിഫൻസ് സിസ്റ്റത്തെ പറ്റി നമുക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകാം. റഷ്യ അൽമാസ് സെൻട്രൽ ഡിസൈൻ ബ്യൂറോ ആണ് 2007 ഈ S-400 എന്ന് പറയുന്ന സിസ്റ്റം ഡിസൈൻ ചെയ്ത് എടുത്തത്. ഇത് ആദ്യമായിട്ട് ഡിസൈൻ ചെയ്യുന്നത് ചീഫ് എഞ്ചിനീയറായിട്ട് ഡോക്ടർ അലക്സാണ്ടർ ലെമൻസ്കിയാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ റഷ്യൻ നിർമ്മിതമായിട്ടുള്ള S-400 ട്രയംഫ് എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനവും വാങ്ങാനുള്ള ഉടമ്പടി ഇന്ത്യ റഷ്യയുമായി ഒപ്പുവെച്ചത് 35,000 കോടി രൂപയ്ക്കാണ്. അത് 2018 അതിൽ തന്നെ ഇത് 5 സ്ക്വാഡ്രനുകളായിട്ടാണ് നമ്മൾ വാങ്ങാൻ ഉദ്ദേശിച്ചത്. അതിൽ തന്നെ 3 സ്ക്വാഡ്രൻ ഇപ്പോൾ നിലവിലിവിടെയുണ്ട്. 2 സ്ക്വാഡ്രൻ നമുക്കിതുവരെ ലഭിച്ചിട്ടില്ല. അത് 2025 അവസാനത്തോടു കൂടിയോ 2026 ആദ്യത്തോടു കൂടിയോ ഇവിടെ എത്തുന്നതാണ്. പിന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് അതിനു മുമ്പേ അതിവിടെ എത്താൻ സാധ്യതയുണ്ട്. അങ്ങനെ വരേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇന്ത്യ നിൽക്കുന്നത്. ഇനി ഇതിൻ്റെ വർക്കിങ്ങിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതാണ് S-400ൻ്റെ 4 കമ്പോണൻറ്റ്. അതിന് 4 കമ്പോണൻറ്റ് ഉണ്ട്. ആ 4 കമ്പോണൻറ്റാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിൽ ഫസ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ എന്ന് പറഞ്ഞാൽ ലോങ് റേഞ്ച് സർവൈലൻസ് റഡാറാണ്. അപ്പോൾ ഫസ്റ്റ് കമ്പോണൻറ്റ് എന്ന് പറയുന്നത് ലോങ് റേഞ്ച് സർവൈലൻസ് റഡാർ. ഇതിൻ്റെ ഫസ്റ്റ് വെഹിക്കിളിൽ വച്ചിരിക്കുന്നതാണ് ഈ ലോങ് റേഞ്ച് സർവൈലൻസ് റഡാർ. അപ്പോൾ ഈ റഡാർ എന്താണ്? ഈ ഒരു S-400ൻ്റെ കണ്ണ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒന്നാണ് ഈ റഡാർ. ഈ എന്തുകൊണ്ടാണ് അതിന് കണ്ണെന്ന് വിളിക്കുന്നത്? അത് എല്ലാ നേരവും ഈ ആകാശത്തെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ശത്രുക്കളുടെ മിസൈലുകളോ ഡ്രോണുകളോ വരുന്നുണ്ടോ എന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെ ലോങ് റേഞ്ച് സർവൈലൻസ് റഡാർ. ഇതൊരു ലോങ് റേഞ്ചിലേക്ക് നമുക്കതിൻ്റെ ഇത് കാണാൻ പറ്റും. അടുത്തതാണ് കമാൻഡ് വെഹിക്കിൾ. കമാൻഡ് വെഹിക്കിൾ എന്താണ് ചെയ്യുന്നത്? ഈ കമാൻഡ് വെഹിക്കിളിൻ്റെ ഉള്ളിലാണ് കമാൻഡ് ആൻഡ് കൺട്രോൾ യൂണിറ്റ് ഉള്ളത്. ഇവിടെ ഇരുന്നിട്ടാണ് ടെക്നീഷ്യൻസ് അത് കൺട്രോൾ ചെയ്യുന്നത്. ഇവിടെ ഇരുന്നിട്ടാണ് അതിനുള്ള മെസ്സേജസും ഇൻസ്ട്രക്ഷൻസും എല്ലാം കൊടുക്കുന്നത് ഈ കമാൻഡ് വെഹിക്കിളിൽ ഇരുന്നിട്ടാണ്. നെക്സ്റ്റ് വൺ ഈസ് എൻഗേജ്മെൻറ്റ് റഡാർ. എൻഗേജ്മെൻറ്റ് റഡാർ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഈ ലോഞ്ച് വെഹിക്കിളിൽ നിന്ന്, അതായത് കമാൻഡ് കൊടുത്ത് ലോഞ്ച് വെഹിക്കിളിൽ നിന്ന് പോകുന്ന മിസൈലിനെ എൻഗേജ്മെൻറ്റ് റഡാർ വെച്ചിട്ട് നമ്മുടെ ശത്രുക്കളുടെ എയറോക്രാഫ്റ്റ് അല്ലെങ്കിൽ മിസൈൽസ്, വിമാനങ്ങൾ അതിലേക്ക് കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ എൻഗേജ്മെൻറ്റ് റഡാർ ചെയ്യുന്നത്. ഈ എൻഗേജ്മെൻറ്റ് റഡാർ ചെയ്യുന്നത് ഇപ്പോൾ എന്താണെന്ന് മനസ്സിലായില്ലേ? നമ്മളുടെ ശത്രുക്കളുടെ എയറോക്രാഫ്റ്റ്, വിമാനങ്ങൾ തുടങ്ങിയവയെല്ലാം അതിലേക്ക് ഈ മിസൈലിനെ എത്തിക്കാനായിട്ട് ഗൈഡ് ചെയ്യുന്നത് ഈ എൻഗേജ്മെൻറ്റ് റഡാറാണ്. പിന്നെ ഉള്ളതാണ് ഈ ലോഞ്ച് വെഹിക്കിൾ. ലോഞ്ച് വെഹിക്കിൾ നമുക്കറിയാം, ലോഞ്ചേഴ്സ് ഉണ്ട്. അതിൽ 8 ലോഞ്ചേഴ്സ് ഉണ്ട്. ഓരോ ലോഞ്ചറിലുമായിട്ട് 4 മിസൈല് വീതമുണ്ട്. ഇതാണ് നമ്മൾക്ക് മിസൈൽസ് ലോഞ്ച് ചെയ്യാനുള്ള വെഹിക്കിളാണിത്. ഇതാണ് ലോഞ്ച് വെഹിക്കിൾ. അതുപോലെ തന്നെ നമ്മൾ പല തരത്തിലുള്ള മിസൈലുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഈ ലോഞ്ച് വെഹിക്കിളിൻ്റെ ഉള്ളിൽ
നമ്മൾ പലതരത്തിലുള്ള മിസൈലുകൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മിസൈൽ എന്ന് പറയുന്നത് പല തരത്തിലുണ്ട്. ഈ മിസൈൽസ് നമുക്കറിയാം, ഇന്ത്യയുടേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെയേർഡ് ആയിട്ടുള്ള പ്രതിരോധ സംവിധാനമാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് S-400 മാത്രം കേന്ദ്രീകരിച്ചിട്ട് നമുക്ക് പ്രതിരോധം നടത്താൻ സാധിക്കില്ല. നമുക്ക് ഇതുപോലെ തന്നെ ആകാശ്, അതുപോലെ തന്നെ വേറെ ബാലിസ്റ്റിക് മിസൈൽസ് എല്ലാം ഉണ്ട്. അതെല്ലാം കൂടിയാണ് നമ്മളുടെ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ പലതരത്തിലുള്ള മിസൈലുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അതിലൊന്നാണ് 48N6NDM എന്ന് പറയുന്നത്. അത് ഒരു ടൈപ്പ് ഓഫ് മിസൈലാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 250 മീറ്റർ അകലെ വരെയുള്ള ലക്ഷ്യങ്ങളെ നശിപ്പിക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെയാണ് 40N6. ഇതെന്ന് പറയുന്നത് 400 കിലോമീറ്റർ വരെയുള്ള ദൂരത്തിലുള്ള ലക്ഷ്യങ്ങളെ നശിപ്പിക്കാനായിട്ട് സഹായിക്കും. ഇത് യൂസ് ചെയ്യുന്നത്, ഇത് വലിയ ദൂരങ്ങളിലേക്കാണ് ഉപയോഗിക്കുന്നത്. വലിയ ദൂരങ്ങളിൽ നിന്ന് വരുന്ന ലക്ഷ്യങ്ങളെ നശിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിക്കുന്ന ഒരു റഡാർ ഹോമിംഗ് സംവിധാനമാണ്. റഡാർ ഹോമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വരുന്ന മിസൈലിൻ്റെ ഉള്ളിൽ തന്നെ റഡാർ ഉണ്ടാവും. അപ്പോൾ ഈ വരുന്ന ലക്ഷ്യങ്ങളെ ഈ മിസൈലിന് തന്നെ ട്രാക്ക് ചെയ്യാനും കറക്റ്റായിട്ട് പോയി ബോംബാർഡ് ചെയ്ത് ഡിസ്ട്രോയ് ചെയ്യാനും സഹായിക്കും. ആ ഒരു സംവിധാനത്തിനാണ് റഡാർ ഹോമിംഗ് എന്ന് പറയുന്നത്. അതായത് യൂസ് ചെയ്യുന്ന മിസൈലിൻ്റെ ഉള്ളിൽ തന്നെ ഇറ്റ്സെൽഫ് ഒരു റഡാർ സംവിധാനം ഉണ്ടാവും. അതിന് തന്നെ ടാർഗറ്റ് ചെയ്യാൻ പറ്റും ലക്ഷ്യങ്ങളെ. അതിനെയാണ് റഡാർ ഹോമിംഗ് എന്ന് പറയുന്നത്. ഇതുകൂടാതെ ഈ റഡാർ ഹോമിംഗ് എന്ന് പറയുമ്പോൾ അതിന് വേറൊരു സവിശേഷത കൂടിയുണ്ട്. അത് ലോഞ്ച് ചെയ്യുന്ന വെഹിക്കിളിൽ ഈ മിസൈലിനെ ലോഞ്ച് ചെയ്തതിന് ശേഷം അതിൽ നിന്നും പിൻവാങ്ങി അടുത്ത ലക്ഷ്യങ്ങളെ ടാർഗറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാവും. അതാണ് റഡാർ ഹോമിംഗ്. പിന്നെ വരുന്ന ഒരു ടൈപ്പ് ഓഫ് മിസൈലാണ് 9M96E. അതായത് ചലിക്കുന്ന ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിമാനങ്ങൾ, അതായത് യുദ്ധവിമാനങ്ങൾ. അവയെ 40 കിലോമീറ്റർ അകലത്ത് വെച്ച് നമുക്ക് നശിപ്പിക്കാൻ സാധിക്കുന്നതാണ് ഈ 9M96E എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് മിസൈൽ. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9M96E2 എന്ന് പറയുന്ന മിസൈലാണ്. അതായത് ഇത് 9M96E, അതായത് ഒരു ഓർഡിനറി ടൈപ്പ് ഓഫ് മിസൈലിൻ്റെ എയർ ടു എയർ മിസൈൽ വകഭേദമാണ്. എയർ ടു എയർ മിസൈൽ വകഭേദം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾക്ക് ആകാശത്ത് നിന്ന് വച്ച് തന്നെ അറ്റാക്ക് ചെയ്യാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്ത് അതിനെ ഡിസ്ട്രോയ് ചെയ്യാൻ സഹായിക്കുന്നതിനെയാണ് എയർ ടു എയർ മിസൈൽ എന്ന് പറയുന്നത്. അതായത് ആകാശത്ത് നിന്ന് വച്ച് തന്നെ അതിനെ ലോഞ്ച് ചെയ്യാനും ഡിസ്ട്രോയ് ചെയ്യാനും ടാർഗറ്റ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നതിനെയാണ് നമ്മൾ എയർ ടു എയർ മിസൈൽ എന്ന് പറയുന്നത്. അതായത് അതൊരു നേരിട്ടുള്ള ആഘാതമാണ് സൃഷ്ടിക്കുന്നത്. അതായത് നമുക്ക് എയറിൽ തന്നെയുള്ള ഒരു ടാർഗറ്റിനെ നശിപ്പിക്കാൻ സഹായിക്കുന്നു. ഇത്രയുമാണ് ടൈപ്സ് ഓഫ് മിസൈലിൽ വരുന്നത്. ഈ ടൈപ്സ് ഓഫ് മിസൈലിൽ തന്നെ വെരി ലോങ് റേഞ്ച് മിസൈലുണ്ട്. അതായത് ഒരുപാട് ദൂരത്തുള്ള ഒരു ടാർഗറ്റിനെ നമുക്ക് നശിപ്പിക്കാൻ സഹായിക്കുന്ന മിസൈൽ. അതിനെ 400 കിലോമീറ്റർ അകലത്ത് വെച്ചിട്ടാണ് അത് നശിപ്പിക്കുന്നത്. അതാണ് കോമൺലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെരി ലോങ് റേഞ്ചിലുള്ളതാണ്. പിന്നുള്ളതാണ് ലോങ് റേഞ്ച്. ലോങ് റേഞ്ച് എന്ന് പറയുമ്പോൾ 250 കിലോമീറ്റർ അകലത്തിലുള്ള ലക്ഷ്യങ്ങളെ നശിപ്പിക്കാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ മൂന്നാമത്തത് മീഡിയം റേഞ്ച് ആയിട്ടുള്ള മിസൈൽസ്. മീഡിയം റേഞ്ച് മിസൈൽസ് എന്ന് പറയുമ്പോൾ 120 കിലോമീറ്റർ അകലത്ത് വരെയുള്ള മിസൈൽസിനെയും ഡ്രോൺസിനെയും എല്ലാം നശിപ്പിക്കാൻ സഹായിക്കുന്നു. പിന്നെയുള്ളതാണ് ഷോർട്ട് റേഞ്ച്. ഷോർട്ട് റേഞ്ച് എന്ന് പറഞ്ഞാൽ 40 കിലോമീറ്റർ. ഏറ്റവും മിനിമം റേഞ്ച് എന്ന് പറയുന്നത് ഈ 40 കിലോമീറ്ററാണ്. ഈ 40 കിലോമീറ്ററിൻ്റെ അടുത്ത് വരെ വരുന്ന ഡ്രോൺസിനെയും മിസൈൽസിനെയും നശിപ്പിക്കാൻ സഹായിക്കുന്നതാണ് ഈ ഷോർട്ട് റേഞ്ച് മിസൈൽസ്. അപ്പോൾ ഇത്രയാണ് മിസൈൽസിനെ പറ്റി പറയാനുള്ളത്. ഇനി അടുത്ത കാര്യത്തിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ ലോഞ്ചിങ് വെഹിക്കിൾ. ഈ ലോഞ്ചിങ് വെഹിക്കിളിൽ ഇതെന്ന് പറയുന്നത് ലോഞ്ചേഴ്സ് ആണ്. ഇത് 8 എണ്ണം ഉണ്ടാവും. അതുപോലെ തന്നെ ഇതാണ് മിസൈൽ. ഇതിൽ നിന്നാണ് ഈ മിസൈൽ ലോഞ്ച് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറയുന്നത് റഡാറിനെ പറ്റിയാണ്. റഡാർ നമുക്കറിയാം, നമ്മൾ പറഞ്ഞു എല്ലാ നേരവും ആകാശത്തെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഈ റഡാർ എന്ന് പറയുന്നത്.
മൾട്ടി ഫങ്ഷൻ റഡാർ സ്യൂട്ടാണ് ഇവിടെ ഉള്ളത്. മൾട്ടി ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ പറയുക, ഒരു കാര്യം മാത്രമല്ല ചെയ്യുന്നത്. സർവൈലൻസ് ചെയ്യുന്നു, അതുപോലെ തന്നെ കമാൻഡ് കൺട്രോൾ ചെയ്യുന്നു, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു എൻഗേജ്മെൻറ്റ് റഡാർ എന്താ ചെയ്യുന്നത്, വരുന്ന ടാർഗറ്റിലേക്ക് അതിനെ ഗൈഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ ലോഞ്ച് വെഹിക്കിളും കൂടി ഉണ്ട്. അപ്പോൾ ഇത്രയും കമ്പോണൻസ് കൺസിസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അതിനെ മൾട്ടി ഫങ്ഷൻ റഡാർ സ്യൂട്ട് എന്ന് പറയുന്നത്. ഈ മൾട്ടി ഫങ്ഷൻ റഡാർ സ്യൂട്ടിൽ എന്തൊക്കെ വരുന്നുണ്ട്? 9-2N2E ഗ്രേവ്സ്റ്റോൺ ട്രാക്കിംഗ് റഡാർ. അതായത് നമ്മൾ 2 ടൈപ്പുള്ള റഡാറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതിലൊന്നാണ് 9-2N2E ഗ്രേവ്സ്റ്റോൺ ട്രാക്കിംഗ് റഡാർ. രണ്ടാമത്തതാണ് 96L6 ചീസ് ബോർഡ് അക്വിസിഷൻ റഡാർ. ഇങ്ങനെ ഈ 2 ടൈപ്പ് ഓഫ് റഡാർസാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതായത് കറക്റ്റായിട്ട് നമുക്ക് ടാർഗറ്റിനെ ഡിറ്റക്റ്റ് ചെയ്യാനും കമാൻഡ് കൊടുക്കാനുള്ള ആ ഒരു ഇത് കൊടുക്കുന്നത് ഈ റഡാർസാണ്. ദെൻ ഇതെന്ത് ചെയ്യുന്നു? ടാർഗറ്റിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നു. അതായത് നമ്മൾ പറഞ്ഞ പോലെ എന്താ പറയുക, സർവൈലൻസ് റഡാർ നമ്മൾ പറഞ്ഞു, ലോങ് റേഞ്ച് സർവൈലൻസ് റഡാർ. അതിൻ്റെ ഉള്ളിൽ കാണുന്നതാണ് ഈ 9-2N2E ഗ്രേവ്സ്റ്റോൺ ട്രാക്കിംഗ് റഡാർ. അതുപോലെ തന്നെയുള്ളതാണ് 96L6 ചീസ് ബോർഡ് അക്വിസിഷൻ റഡാർ. ഈ 2 നമുക്ക് കാണുന്നത് സർവൈലൻസ് റഡാറായിട്ടാണ്. ഇത് 600 കിലോമീറ്റർ വരെ ദൂരെയുള്ള ടാർഗറ്റിനെ ട്രാക്ക് ചെയ്യാൻ സഹായിക്കും. അതുപോലെ അത് 400 കിലോമീറ്റർ അടുത്തെത്തുമ്പോൾ അതിനെ ഡിസ്ട്രോയ് ചെയ്യാൻ സഹായിക്കും. അതുപോലെ തന്നെ ഈ S-400 ഡിഫൻസ് സിസ്റ്റത്തിന് 300 ടാർഗറ്റ്സിനെ വരെ ഒരു നേരം ഡിറ്റക്റ്റ് ചെയ്യാൻ സഹായിക്കും. പക്ഷേ 36 ടാർഗറ്റ്സിനെ അതിനെ അറ്റാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അങ്ങനെയാണ് ഇതിനെപ്പറ്റി പറയുന്നത്, റഡാറിൻ്റെ കാര്യങ്ങൾ. ഇതാണ് നമ്മൾ പറഞ്ഞ റഡാറ്. നമ്മൾ ആ പിക്ചറിൽ കാണിച്ച പോലെ തന്നെ ലോങ് റഡാറാണിത്, ലോങ് സർവൈലൻസ് റഡാറാണിത്, ലോങ് റേഞ്ച് ആയിട്ടുള്ള സർവൈലൻസ് റഡാറാണ്. പിന്നെ പറയുന്നത് ഈ ഒരു S-400 എയർ ഡിഫൻസ് സിസ്റ്റം എന്തിനൊക്കെയാണ് ലക്ഷ്യം വയ്ക്കുന്നത്? ശത്രുക്കളുടെ ഭാഗത്തു നിന്നുള്ള വിമാനങ്ങൾ, റോട്ടർ ക്രാഫ്റ്റ്, മിസൈലുകൾ, അത് ക്രൂയിസ് മിസൈലുകളായിക്കോട്ടെ, ഗൈഡഡ് മിസൈലുകളായിക്കോട്ടെ, ഡ്രോണുകൾ, ബാലിസ്റ്റിക് റോക്കറ്റുകൾ, ഇവയെല്ലാം ഇത് ലക്ഷ്യം വെച്ച് അതിനെല്ലാം നശിപ്പിക്കാൻ ഈ S-400 എന്ന് പറയുന്ന നമ്മുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തിന് സാധിക്കും. പിന്നെയുള്ളത് ഈ എയർ ഡിഫൻസ് സിസ്റ്റം എന്ന് പറയുന്ന S-400 അതിൻ്റെ ഓരോ കമ്പോണൻസ് ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള ട്രക്സിലാണ് ക്യാരി ചെയ്യുന്നത്. അത് നമുക്ക് എവിടേക്ക് വേണമെങ്കിലും ട്രാവൽ ചെയ്യാനായിട്ട് എളുപ്പമാണ്. അതിൽ S-400 സിസ്റ്റം വേഗത്തിൽ തന്നെ നമുക്ക് എല്ലായിടത്തേക്കും എത്തിക്കാൻ സാധിക്കും. വേഗത്തിൽ തന്നെ ഇപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ 5 മിനിറ്റിനുള്ളിൽ നമുക്കത് അതിനെ യൂസ്ഫുൾ ആക്കാൻ പറ്റും. അതുപോലെ തന്നെ 35 സെക്കൻഡിനുള്ളിൽ അത് സ്റ്റാൻഡ് ബൈയിൽ പ്രവർത്തനക്ഷമമാകും. ആൻഡ് റോഡുകളിൽ ഇത് 60 കിലോമീറ്റർ വേഗതയിലാണ് പോകാൻ പറ്റുക ഇതിന്. അതുപോലെ തന്നെ ഓഫ് റോഡിൽ 25 കിലോമീറ്റർ വേഗതയിലും സഞ്ചരിക്കാൻ ഈ ഹെവി ഡ്യൂട്ടി ട്രെയിലർക്ക് സാധിക്കും. ഇത് വേഗത്തിൽ, അപ്പോൾ ഇങ്ങനത്തെ ഒരു ട്രക്കുകളിൽ, ഇത് ഹെവി ഡ്യൂട്ടി ട്രക്കിനുള്ളിലാണ് ഇത് കൊണ്ടുപോകുന്നത് എന്തുകൊണ്ട് തന്നെ വേഗം ഇതിനെ സ്ഥലങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കും. പെട്ടെന്ന് തന്നെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഇതാണ് ട്രക്ക് എന്ന് പറയുന്നത്, ഹെവി ഡ്യൂട്ടി ട്രക്ക് ഇതാണ്. അതിൽ ലോഞ്ചറുകൾ കൊണ്ടുപോകുന്നതാണ് ഈ കാണുന്നത്. പിന്നെ പറയാനുള്ളത് ഇന്ത്യയുടെ S-400 വ്യോമ പ്രതിരോധ സംവിധാനമായ സുദർശന ചക്ര ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചിട്ടുള്ള പാകിസ്ഥാൻ ആക്രമണത്തെ വിജയകരമായി ചെറുത്തു. അപ്പോൾ പാകിസ്ഥാനിൽ നിന്നുള്ള എല്ലാ അവരുടെ ഡ്രോണുകളും മിസൈലുകളും എല്ലാം തകർക്കാൻ നമ്മളുടെ ഇന്ത്യയുടെ സുദർശന ചക്ര സഹായിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ വാർത്തയിൽ ഒരുപാട് ഇതിനെപ്പറ്റി കേട്ടു. പിന്നെ പറയാനുള്ളത് ഈ ഒരു മിസൈൽ സിസ്റ്റം
അല്ലെങ്കിൽ ഈ ഒരു എയർ ഡിഫൻസ് സിസ്റ്റം നമ്മുടെ ഇന്ത്യക്ക് മാത്രമല്ല ഉള്ളത്. അൾജീരിയ, ബെലാറസ്, ചൈന, റഷ്യ, ഇന്ത്യ അങ്ങനെ തുടങ്ങിയുള്ള രാജ്യങ്ങൾക്കെല്ലാം ഈ സിസ്റ്റം ഇപ്പം നിലവിലുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഇനി 2 സ്ക്വാഡ്രനും കൂടി വരാനുണ്ട്. അത് വേഗം തന്നെ ഇന്ത്യയിൽ എത്തിക്കാൻ പറ്റട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അപ്പോൾ അത്രയാണ് ഈ S-400 മിസൈൽ സിസ്റ്റത്തെ പറ്റി അല്ലെങ്കിൽ എയർ ഡിഫൻസ് സിസ്റ്റത്തെ പറ്റി പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ താങ്ക് യു.